ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്രവാസികൾക്കെല്ലാം വളരെ സുപരിചിതമായ ടൂണ ഫിഷ് കൊണ്ട് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ ഒരു മീൻകറി തയ്യാറാക്കാം. ചട്ടി ചൂടായി വരുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് അതിലേക്ക് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കുറച്ച് ചുവന്നുള്ളി, അതിലേക്ക് തുള്ളി ഉപ്പ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഇതൊന്ന് വഴന്ന് വരുവേ. ഇത് ആഡ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഞാൻ 3 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി നീളത്തിലരിഞ്ഞത് അതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാൻ വെക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, വറ്റൽമുളകാണ് ടേസ്റ്റ്, അതുകൊണ്ട് വറ്റൽമുളക് 3-4 നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ മീനിലെ എണ്ണ ഞാൻ വേറെ മാറ്റി വെച്ച് ഏകദേശം ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഫിഷ് ഇട്ട് 1-2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയം വെള്ളം ആഡ് ചെയ്യാതെ ആവിയിൽ വേവുന്നതാണ് ഇതിന് ടേസ്റ്റ്. ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ തവിയിട്ട് ഇളക്കുക, ചെറിയ സ്പൂണിട്ട് ഇത് മിക്സ് ചെയ്യുവാണെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാതിരിക്കും. നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഏകദേശം ഒന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് തണുത്ത് വരുമ്പോഴേക്കും ഇത് കുറുകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ സമയം തന്നെ നമുക്ക് കുറച്ച് വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് ഒരു കഷ്ണം ചെറിയ പുളി ഞാൻ ചെറുതായിട്ട് മുറിച്ച് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇത് മീൻകറിക്ക് ടേസ്റ്റ് കൂടാൻ നല്ല ഒരു ടിപ്സാണ്. അതോടെ ഒന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്കിത് താളിക്കാൻ ആവശ്യമായ എണ്ണ, അതിലേക്ക് ചുവന്നുള്ളി, കറിവേപ്പില, വറ്റൽമുളക് എല്ലാം ഇട്ട് ഒന്ന് മൂപ്പിച്ച് വന്ന് ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് വരുമ്പോഴേക്കും കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ്. ഈ രീതിയിൽ ടൂണ ഫിഷ് കറി വെച്ചിട്ടില്ലാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. താങ്ക് യു.